ടി വി പ്രസാദ് നേരിട്ട് ഓപ്പറേറ്റ് ചെയ്തു. അതിൻ്റെ ശബ്ദരേഖയാണ് നമ്മൾ കേൾപ്പിച്ചത്. ഭീഷണിപ്പെടുത്തുന്നതുണ്ട്, അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നതുണ്ട്, പ്രലോഭനങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ ശബ്ദരേഖ നമ്മൾ കേട്ടു. പെൺകുട്ടിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുന്ന വിവാദമായ ആ ശബ്ദരേഖയാണ് പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ വീട്ടിലിരുത്തിയിരിക്കുന്നത്. ഇപ്പോൾ പുറത്തുവരുന്ന വിവരമനുസരിച്ച് നേരിട്ട് മാത്രമല്ല, ഇടനിലക്കാരൻ വഴിയും സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമല്ല, ഈ മരുന്ന് എത്തിച്ചു കൊടുത്തത് എങ്ങനെ എന്നുള്ളതിന്റെ കൃത്യമായ വിവരമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ശേഖരിച്ചിരിക്കുന്നത്. ആശുപത്രിയെക്കുറിച്ചുള്ള വിവരം കിട്ടി, ഏതു മാസത്തിലാണ് ഗർഭചിത്രം നടത്തിയത് എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരം കിട്ടി, ഈ രണ്ട് പെൺകുട്ടികളെ കുറിച്ചുള്ള വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിന് കിട്ടി. അതിലിപ്പോൾ ട്രോമയിൽ കഴിയുന്ന ഈ പെൺകുട്ടി ജോലിക്ക് പോലും പോകാനാവാതെ വീട്ടിലിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. ആ കുട്ടിക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നു. ഇതെല്ലാം ഈ കൂട്ടാളികൾ ചെയ്യുന്നത് വേണം എന്ന് നമ്മൾ ഊഹിക്കാൻ. ഇവിടെയാണ് ഇപ്പോൾ ഇടനിലക്കാരന്റെ സാന്നിധ്യം കൂടി പുറത്തു വരുന്നത്, അല്ലെ ടി വി പ്രസാദ്? ഉറപ്പായും അരുൺ, അതുതന്നെയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല ഈ കേസിൽ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഭാഗമായി വരുന്നത്. അതായത് ഇതിന്റെ പിന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഇരയോട് സംസാരിച്ചതും അവർ തമ്മിൽ മാത്രമുള്ള കാര്യങ്ങളല്ല ഇതിൽ സംഭവിച്ചത് എന്ന് വ്യക്തമാവുകയാണ്. ഇതിന് പിന്നിൽ ഒരു കോൺസ്പിറസി, ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്നൊരു സംശയം ആദ്യം മുതൽ തന്നെ ക്രൈംബ്രാഞ്ചിന് ഉണ്ടായിരുന്നു. ഇപ്പോഴത് സ്ഥിരീകരിക്കുകയാണ്. ഒരു വ്യവസായി രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഗർഭചിത്രം ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു. ഒപ്പം ആ ഇരയെ നിർബന്ധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിച്ചു എന്നിവയടക്കമുള്ള തെളിവുകളാണ് നിലവിലെ സാഹചര്യത്തിൽ ക്രൈംബ്രാഞ്ചിന് കിട്ടിയിരിക്കുന്നത്. ഉറപ്പായും അത് കൂടുതൽ അന്വേഷണത്തിലേക്ക് ക്രൈംബ്രാഞ്ച് കൊണ്ടുപോകും എന്ന കാര്യം ഉറപ്പാണ്. നിലവിലെ സാഹചര്യത്തിൽ ഒരുപാട് വാർത്തകൾ ക്രൈംബ്രാഞ്ചിനെ ചുറ്റിപ്പറ്റി വരുന്നുണ്ടെങ്കിൽ പോലും ക്രൈംബ്രാഞ്ച് നടത്തുന്ന ഇത്തരം രഹസ്യമായ നീക്കങ്ങൾ പലപ്പോഴും പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് അരുൺ. അതായത് നമ്മൾ കാണുന്ന സമയത്ത് ആ കേസാകെ സൈലന്റ് ആയ പോലെ തോന്നും. മറ്റ് അന്വേഷണങ്ങൾ കാര്യക്ഷമമായി നടത്താൻ കഴിയുന്നില്ല എന്ന് തോന്നിപ്പോവും. പക്ഷേ ഇന്ന് നമ്മൾ പുറത്തു കൊണ്ടുവന്ന വാർത്തകൾ പോലെ നിരവധി തെളിവുകളിലേക്ക് ക്രൈംബ്രാഞ്ച് കടന്നു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് നമ്മൾ ഇന്ന് പുറത്തുവിടുന്ന വാർത്ത. ഈ കാര്യം, അതായത് ഒരു യുവ വ്യവസായി, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, സന്തത സഹചാരി എന്ന് തന്നെ പറയാം, അവർ എല്ലാ സഹായങ്ങളും ചെയ്തു എന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തുകയാണ്. ഉറപ്പായും ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ചുറ്റിപ്പറ്റിയുള്ള കൂടുതൽ ആളുകളിലേക്ക് ഈ അന്വേഷണം കൊണ്ടുപോകാനാണ് ക്രൈംബ്രാഞ്ച് ഉദ്ദേശിക്കുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് അരുൺ, നിലവിൽ നേരത്തെ ആദ്യഘട്ടത്തിൽ ഈ ആരോപണം പുറത്തു വന്നതിന് പിന്നാലെ താൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നത്. അതൊന്ന്. രണ്ടാമത്തേത്, അവന്തിക പറഞ്ഞ കാര്യം തെറ്റാണ് എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടിയാണ് രണ്ടാമത് വന്നതെങ്കിൽ, അതിനുശേഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഡിയോ സംഭാഷണം പുറത്തേക്ക് വന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനേക്കാളും വ്യഗ്രതയോടുകൂടി അത് വ്യാജമാണെന്ന് പറയാൻ ചില കോൺഗ്രസ് നേതാക്കളിൽ ചിലർ തയ്യാറായി. എങ്കിലും ഈ നിമിഷം വരെയും രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഓഡിയോ നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തിയില്ല. തീർന്നില്ല, വേണമെങ്കിൽ നമുക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാമായിരുന്നു, അതും ഉണ്ടായില്ല. അതിന്റെ അർത്ഥം രാഹുൽ മാങ്കൂട്ടത്തിന് കൃത്യമായി അറിയാം ഇതിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇനി ആ ഓഡിയോ തന്റേതല്ല എന്ന് പറഞ്ഞാൽ അതിലും വലിയ തെളിവുകൾ പുറത്തേക്ക് വരാനുണ്ട് എന്ന് ഏറ്റവും നന്നായി അറിയാവുന്ന ആൾ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അരുൺ, ഇതിലൊരു കാര്യം ഉറപ്പാണ്, ക്രൈംബ്രാഞ്ച് അവരുടെ അന്വേഷണം സൈലന്റായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഉറപ്പായും കൂടുതൽ ഇരകളുടെ മൊഴി ശേഖരിക്കാൻ തന്നെയാണ്. ആ രീതിയിലുള്ള നീക്കമാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ആരൊക്കെ സഹായം ചെയ്തു, ആരൊക്കെ ഇടനില നിന്നു, ഏതൊക്കെ രീതിയിൽ മുന്നോട്ട് പോയി എന്നതെല്ലാം ക്രൈംബ്രാഞ്ച് സംഘം ഇതിനകം കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ കിട്ടാവുന്ന ഏറ്റവും വിശ്വസനീയ വിവരങ്ങൾ മാത്രമാണ് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. നമ്മൾ റോഷി, നമുക്കും ഈ ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്, ചില രേഖകൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അത് ഈ ഇരയുടെ കൺസെന്റോടു കൂടി മാത്രമേ നമുക്ക് ആ രേഖ കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ യുവസംരംഭകൻ വഴി ഭീഷണിപ്പെടുത്തുക കൂടി ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പെൺകുട്ടി ട്രോമയിലേക്ക് നയിച്ചതും മൊഴി കൊടുക്കാൻ ഈ പെൺകുട്ടിയെ ഇപ്പോൾ അശക്തയാക്കി നിർത്തിയിരിക്കുന്നതും ആ പെൺകുട്ടി ആശങ്കയിലായി നിൽക്കുന്നതും ഈ ഭീഷണിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ്. ക്രൈംബ്രാഞ്ച് മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അത് വളരെ ഗൗരവ സ്വഭാവമുള്ളൊരു കേസായിട്ട് മാറും. നിലവിൽ എഫ്ഐആറിൽ ഇട്ടിരിക്കുന്ന കേസുകളല്ലാതെ ഗുരുതര സ്വഭാവമുള്ള കേസുകളിലേക്ക് അത് മാറുകയും ചെയ്യും. പക്ഷേ ഈ പെൺകുട്ടികളെ ലക്ഷ്യമിട്ടുകൊണ്ട്, ഈ ഇരകളെ ലക്ഷ്യമിട്ടുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലടക്കം വളരെ മോശമായ രീതിയിലുള്ള പ്രചരണം നടക്കുന്നുണ്ട്. അതൊക്കെ ഈ പെൺകുട്ടി കാണുകയും ചെയ്യുന്നുണ്ട്. അത് ഈ പെൺകുട്ടിക്ക് കൂടുതൽ ട്രോമ ഉണ്ടാക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
ഇവിടെ ഈ ഇടനിലക്കാരനടക്കം ചേർന്ന് ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് കരുതാം അല്ലേ? അരുൺകുമാർ, ഒരു മനുഷ്യത്വവുമില്ലാതെയാണ് ഈ യുവതിയെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലും ഒപ്പം യുവ സംരംഭകനടക്കമുള്ളവർ ഭീഷണിപ്പെടുത്തി സമ്മർദ്ദത്തിലാഴ്ത്തുന്നത്. ഒരു നിരാലംബയായ പെൺകുട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ആ ഘട്ടത്തിൽ ആ സമ്മർദ്ദത്തിന് വഴങ്ങുകയല്ലാതെ, കാരണം ആവശ്യമെങ്കിൽ കൊലപ്പെടുത്താൻ പോലും താൻ തയ്യാറാകുമെന്ന് പറഞ്ഞ ശബ്ദം, രാഹുൽ മാങ്കൂട്ടത്തിലെ ശബ്ദം നമ്മൾ പുറത്തുവിട്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പൊതുജീവിതം നിലനിർത്തുക, അതിനേതെങ്കിലും തരത്തിൽ കോട്ടം തട്ടാതിരിക്കുക എന്നത് മാത്രമാണെന്ന് ആ ശബ്ദരേഖയിലൂടെ വ്യക്തമാകുകയും ചെയ്താണ്. പലപ്പോഴായി ആ യുവതി പറയുന്നുണ്ട്, ഞാൻ സ്വന്തമായി ഈ കുഞ്ഞിനെ വളർത്തിക്കോളാം, ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിന്നാലെ നടന്ന് ഞാൻ ശല്യം ചെയ്യില്ല, കാരണം എൻ്റെ വയറ്റിൽ വളരുന്ന ആ കുഞ്ഞുമായി തനിക്ക് ആത്മബന്ധമുണ്ട്, അതുകൊണ്ട് ഞാൻ വരില്ല പിന്നാലെ, എന്നെ ഒഴിവാക്കണം, ദയവ് ചെയ്ത് എന്നെ നിർബന്ധിക്കരുതെന്ന് പലപ്പോഴായി കേണപേക്ഷിക്കുന്ന ഘട്ടത്തിൽ പോലും അതൊന്നും കേൾക്കാതെ മനുഷ്യത്വമില്ലാതെ നിരന്തരം ഭീഷണിപ്പെടുത്തുന്നതായിരുന്നു, നിരന്തരം അസഭ്യം പറയുന്നതായിരുന്നു. അങ്ങനെ തുടർച്ചയായി ഭീഷണിപ്പെടുത്തുന്ന അസഭ്യം പറയുന്ന ഏതാണ്ട് കുറച്ച് ശബ്ദരേഖകൾ മാത്രമാണ് നമ്മൾ പുറത്തുവിട്ടത്. അതിനപ്പുറത്തേക്ക് ഒട്ടേറെ പ്രധാനപ്പെട്ട തെളിവുകളുണ്ട്, ദൃശ്യങ്ങളുണ്ട്, ശബ്ദരേഖകളുണ്ട്, ടെലിഗ്രാം, വാട്സപ്പ് ചാറ്റുകളുണ്ട്. ഇതൊക്കെ ഏറ്റവും വേദനിപ്പിക്കുന്നതാണ്. മാത്രവുമല്ല, കൃത്യമായ ഒരു ചികിത്സ പോലും ലഭ്യമാക്കിയിട്ടില്ല എന്നതാണ് ഏറ്റവും അതീവ ഗുരുതരമായ കാര്യം. ഈ കാര്യം ആ മാധ്യമ പ്രവർത്തക, ഈ പെൺകുട്ടിയെ സന്ദർശിച്ച യുവ മാധ്യമ പ്രവർത്തകനെ തുറന്നെഴുതിയതാണ്. ആ പെൺകുട്ടി കൃത്യമായ ചികിത്സ ലഭിച്ചില്ല. ഈ ഗർഭചിത്രം നടത്തിയതിനു ശേഷം ലഭിക്കേണ്ട ചികിത്സയുണ്ട്, ആ ചികിത്സ ലഭ്യമായിട്ടില്ല. കൃത്യമായി ഭക്ഷണം പോലും കഴിക്കാതെ വീട്ടിലിരിക്കുകയാണ് ഒരു യുവതി. ആ യുവതി വീട്ടിലിരിക്കുമ്പോഴാണ് ആ യുവതിയെ പിന്തുടർന്ന് സാമൂഹ്യ മാധ്യമത്തിൽ കൂടി വേട്ടയാടുന്നത് എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അരുൺകുമാർ.